ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് ഞാൻ ആദ്യം എണീക്കും, നാളെ നീ എണീറ്റോണം. ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് തട്ടിപ്പായിരിക്കുമെന്ന്. അപ്പോ ബ്രഹ്മവ്രതം പോയി പണി നോക്കാൻ പറ അല്ലേ. രാജു, നല്ലൊരു ലവ് സ്റ്റോറി പറയോ? കൂടുതൽ ലവ് സ്റ്റോറി ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. ആ ചെമ്മീൻ പറയട്ടെ. അയ്യേ, മീനും ഇറച്ചിയൊന്നും വേണ്ട. മീനും ഇറച്ചിയൊന്നും വേണ്ടേ? ഇത് വേൾഡ് ക്ലാസിക് നോവലാ. ആ പോട്ടെ, ഞാനേ ഒരു പൈങ്കിളി കഥ പറയാം. അത് മതി. അതിലൊക്കെ നല്ല നാടൻ പ്രേമം. ആ മണിമല രാജപ്പൻ എഴുതിയ ഒരു നീണ്ട കഥയാ ഇത്. രാജകുമാരിയും കാവൽക്കാരനും. അത് കൊള്ളാം. രാജകുമാരിയും കാവൽക്കാരനും. ബാക്കി പറ. മധുമതി എന്ന രാജകുമാരി ഒരു കുതിരവണ്ടിക്കാരന്റെ മകൻ രാമുവിനെ പ്രേമിച്ചു. രാമുവും മധുമതി. അത് കൊള്ളാം. ആണല്ലേ. ഈ കുതിരവണ്ടിക്കാരന്റെ മകൻ രാമു മധുമതി എന്ന യുവതിയുടെ കാവൽക്കാരനായിരുന്നു. ബോഡി ഗാർഡ് അല്ലേ? ബോഡി ഗാർഡ്. പക്ഷേ ഈ ലവ് വൺ വേ ആയിരുന്നു. കാളവണ്ടിക്കാരന്റെ മകന് കാളവണ്ടി അല്ല, കുതിരവണ്ടി. സോറി, കുതിരവണ്ടി. എന്നിട്ട് രാമു പലവട്ടം ഈ പ്രേമത്തിൽ നിന്ന് ഒഴിയാൻ നോക്കി. മധുമതിയുടെ അച്ഛന്റെ വേലക്കാരനായിരുന്നു ഈ രാമു. മധുമതിയുടെ അച്ഛനാണെങ്കിലേ അവിടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അമ്മയുടെ പേര് പത്മാവതി എന്നായിരുന്നു. ബാക്കി കൂടി പറയട്ടെ. നോക്കി നിന്റെ തല. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞാൻ വെറുതെ പറഞ്ഞ ഇത് വേണ്ടതേ. അമ്മേ, അമ്മ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, ആ മുണ്ടക്കലമ്മേ രാജുവിനും മൃതികയ്ക്കും അടുത്ത പണി കൊടുത്തു. എന്ത് പണി? കാര്യം പറയാമേ. രസമുള്ള കാര്യമാണെങ്കിൽ ഞാനും കൂടെ ഒന്ന് ചിരിക്കട്ടെ. എടാ, രസമുള്ള കാര്യം തന്നെയാ. എന്നാ ഒറ്റയ്ക്കങ്ങ് ചിരിച്ചാ മതിയോ? ഞാനും കൂടെ ഒന്ന് രസിക്കട്ടെ. എടാ, ആ ഋതികയും രാജുവും ഇത്രയും കാലം ഉടക്കായിരുന്നല്ലോ. അതുകൊണ്ട് അവര് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റും തുടങ്ങുമായിരുന്നു. അത് കയറി മുണ്ടക്കലമ്മ ബ്ലോക്ക് ചെയ്തു. എങ്ങനെ? അവരെ തീർത്ഥാടനത്തിന് പോകാൻ വ്രതം തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും വ്രതം അനുഷ്ഠിക്കണമെന്ന്. അതുകൊണ്ട് രാജുവും ഋതികയും തമ്മില് ഇപ്പൊ അകലം പാലിച്ചിരിക്കുക. മാധവിതും മണികരൊക്കെ ഇപ്പൊ സ്വാഹ. അല്ല, അവരെ തീർത്ഥാടനത്തിന് പോകുന്നു പറഞ്ഞ് ഇവരെ അകലം പാലിക്കോ? എടാ,
ദൈവകാര്യമല്ലേ, പേടിയാ. ആ, ഇരുവരും ഇപ്പൊ വ്രതത്തിലാ. അകലം പാലിക്കുന്നവരാണോ നേരെ ഇത്രയും വെളുത്തിട്ട് ഉണരാത്തത്? അമ്മേ, മുണ്ടക്കലമ്മയുടെ അത്ര ഉടായ്പകളൊന്നും ഇവരുടെ അടുത്ത് ചെലവാവില്ലെന്നാ എന്റെ വിശ്വാസം. എനിക്കതൊന്നും അറിയണമല്ലോ. ഹ, അമ്മ ഇത് എവിടെ പോകുന്നു? എടാ, നീ നിന്റെ കാര്യം നോക്ക്, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഋതികേ, ഋതികേ, ഇതെന്താ ചത്തുപോയ രണ്ടും? ഋതികേ, ഋതികേ, ഋതുമോളെ, ഋതികേ, വാതിലാരും മുട്ടുന്നുണ്ട്. വാതിൽ തുറക്ക്. എണീക്ക. ഞാനും കേക്കുന്നുണ്ട്. രാജു ഒന്ന് പോയി നോക്ക്. ഋതികേ, ഋതു ചെന്ന് നോക്ക്. ഞാനേ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങട്ടെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഋതികേ, നീ ഋതികേ, രാജു ഒന്ന് ചെന്ന് നോക്ക്. വാതിൽ തുറക്കുന്നുണ്ടോ? ശ്ശേ. ഋതികേ, ദേ, ഇന്ന് ഞാൻ ആദ്യം എണീക്കും, നാളെ നീ എണീറ്റോണം. ആ, ഋതികേ. നാണോ മാനോ ഇല്ലാത്ത വർഗം. എന്താ? ഹോ, ഇങ്ങനെ നാണമില്ലാത്ത രണ്ടെണ്ണം. ഞാൻ ചായ കൊടുക്കാൻ ചെന്നപ്പോഴേ ജീവിതത്തിൽ ഇതുവരെ ആ പിള്ളേരോട് കാണിക്കാത്ത ഒരു സന്മനസ്, ബെഡ് കോഫി കൊടുക്കല്. നിങ്ങൾക്ക് നാണമില്ലേ ആ പിള്ളേരുടെ മുറിയുടെ വാതിക്കൽ ചെന്ന് മുട്ടാൻ? ഡേ, ഇത് വല്ലാത്തൊരു മാനസിക രോഗം. ഷേ,